ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബികോം സെമസ്റ്റർ 1 ബിസിനസ് മാനേജ്മെൻറ്റിലെ മൊഡ്യൂൾ 2 ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ ബിസിനസ് മാനേജ്മെൻറ്റിലെ ബാക്കി ടോപ്പിക്കുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ കയറിയിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നൊരു ടോപ്പിക്കാണ് ഫോമൽ ആൻഡ് ഇൻഫോമൽ ഓർഗനൈസേഷൻസ്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 2 വരുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഫോമൽ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഫോമൽ ഓർഗനൈസേഷൻ എന്ന് നോക്കാം. സോ ഫസ്റ്റ്, ഫോമൽ ഓർഗനൈസേഷൻ. Formal organization refers to the organization structure which is deliberately planned and created by the management to achieve organizational goals. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ ആ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓക്കെ, അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, ഫോമലായിരിക്കും. അപ്പോൾ ഫോമൽ ആയതുകൊണ്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാനേജ്മെൻറ്റ് ഡെലിബറേറ്റ്ലി പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന, ഡെലിബറേറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേണം വെച്ച് ചെയ്യുക അല്ലേ, അറിയാതെ ഉണ്ടായി പോകുന്നതല്ല, വേണം വെച്ച് കരുതി കൂട്ടി ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ഫോമൽ ഓർഗനൈസേഷൻ. ഓക്കെ, ഫോമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുകൊണ്ടിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവർ പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ഓർഗനൈസേഷൻ്റെ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിലുണ്ടാവുന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഫോമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഇത് എപ്പോഴും ഫോമലായിരിക്കും. അതുപോലെ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫോമൽ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പോൾ അതാണ് ഫോമൽ ഓർഗനൈസേഷൻ. ഇനി നമുക്ക് ഫോമൽ ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ബൈ ദ ടോപ്പ് മാനേജ്മെൻറ്റ്. നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. എന്താണ് ഫോമൽ ഓർഗനൈസേഷൻ്റെ പ്രത്യേകതകൾ, ഫീച്ചേഴ്സ്? ആദ്യത്തെ പോയിന്റിന് എന്താണ്? ഇത് ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ചെയ്യുന്നതാണ് അല്ലേ. ടോപ്പ് മാനേജ്മെൻറ്റ് ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് കരുതിക്കൂട്ടി അല്ലെങ്കിൽ വേണം വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, അല്ലാതെ ഉണ്ടായി പോകുന്നതല്ല. ഓക്കെ, വേണം വെച്ചിട്ട് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആര്? ടോപ്പ് മാനേജ്മെൻറ്റ്. അതാണ് ഇതിൻ്റെ ഒരു ഫീച്ചർ. അതുപോലെ ഒബ്ജക്റ്റീവ് ഈസ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഒരു ഫോമൽ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫോമൽ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്. അതാണ് അതിൻ്റെ മറ്റൊരു ഫീച്ചർ. ഒബ്ജക്റ്റീവ് ഈസ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫോമൽ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്. അതുപോലെ ദ സ്ട്രക്ചർ ഈസ് ക്ലിയർലി ഡിഫൈൻഡ്. ഓക്കെ, ഈ ഒരു ഓർഗനൈസേഷൻ്റെ, ഈ ഫോമൽ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കും. അതായത് എന്തൊക്കെ എവിടേക്കാണ് ചെയ്യേണ്ടത്, ഓരോ പ്രവൃത്തിയും ചെയ്യേണ്ടതിൻ്റെ ടൈം എന്താണ്, ആരൊക്കെയാണ് ചെയ്യേണ്ടത്, ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, അത് ആർക്കാണ് അതോറിറ്റി നൽകേണ്ടത്, ഇങ്ങനെ എല്ലാ സ്ട്രക്ചറും മുഴുവൻ ഘടനയും പ്ലാൻ ചെയ്ത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എവിടെ? ഒരു ഫോമൽ ഓർഗനൈസേഷനിൽ. അതുപോലെ ദ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഫോമലൈസ്ഡ് ത്രൂ എ എസ്റ്റാബ്ലിഷ്ഡ് ചെയിൻ ഓഫ് കമാൻഡ്. അതുപോലെ ഇതിൻ്റെ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഫോമലായിരിക്കും. ഓക്കെ, ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു അവിടെയുള്ള ആ മെമ്പേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട രീതി. ഓക്കെ, ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആർക്കും ആരോടും പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ഫോമൽ ഓർഗനൈസേഷനിൽ. എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ഒരു ചെയിൻ ഓഫ് കമാൻഡാണ്. നമ്മൾ പഠിച്ചൂലേ, കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു സ്കാലർ ചെയിൻ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞൂലേ. അപ്പോൾ അത്തരത്തിലൊരു സ്കാലർ ചെയിനിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ പാടുള്ളൂ. ഇവർ ഈ എംപ്ലോയീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അത്രയും ഫോമലായിട്ടാണ്. ഒരു ചെയിൻ ഓഫ് കമാൻഡ് ഉണ്ട്. ആ ചെയിൻ ഓഫ് കമാൻഡിലൂടെ മാത്രമേ ഇവരെന്ത് ചെയ്യാൻ പാടുള്ളൂ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ആർക്കും ആരോടും പോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഒരു ഇ ലെവൽ എംപ്ലോയിക്ക് പോയിട്ട് എ ലെവൽ എംപ്ലോയിയോട് സംസാരിക്കാൻ പറ്റില്ല. അതുപോലെ ഒരു എ ലെവൽ എംപ്ലോയിക്ക് പോയിട്ട് സി ലെവൽ എംപ്ലോയിയോട് സംസാരിക്കാൻ പറ്റില്ല. ഇതെന്താണ്? വളരെ സ്ട്രക്ചറൊക്കെ വെൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ കറക്റ്റ് ആ ഫോമലായിട്ട് മാത്രമേ ഇവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത് ഒരു ചെയിൻ ഓഫ് കമാൻഡിലൂടെയാണ് എന്ന് ഓർക്കുക. ഓക്കെ, അതുപോലെ
ഫോമൽ ഓർഗനൈസേഷൻ ഈസ് റിലേറ്റീവ്ലി പെർമനൻറ്റ്, ദേ ഹാവ് എ ലോങ് ലൈഫ്. ഓക്കെ, ഒരു ഫോമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിരിക്കും, അതിനൊരു ലോങ് ലൈഫ് ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെമ്പേഴ്സ് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അത് പെർമനൻ്റ് ആയിരിക്കുമല്ലോ, ഒരിക്കലും ടെമ്പററി ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരാൾക്ക് ഞാൻ ഈ ഫോമൽ ഓർഗനൈസേഷനിലില്ല, ഞാൻ വിട്ടു പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. ആ ഒരു എംപ്ലോയി ആ ഒരു ഓർഗനൈസേഷനിൽ എത്ര കാലം വർക്ക് ചെയ്യുന്നോ, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ എത്ര കാലം നിലനിൽക്കുന്നോ, അത്രയും കാലം ആ ഒരു ഫോമൽ ഓർഗനൈസേഷനും അതിൻ്റെ ഉള്ളിൽ നിലനിൽക്കും. കാരണം ഇത് എന്തിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്? ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്? ഇതിനൊരു ലോങ് ലൈഫ് ഉണ്ട്, ഇത് പെർമനൻ്റ് ആണ്. ഓക്കെ, അല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു പോകുന്നതല്ല ഒരു ഫോമൽ ഓർഗനൈസേഷൻ. അതുപോലെ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആർ വെൽ ഡിഫൈൻഡ്. ഓക്കെ, ഇങ്ങനെ ഒരു ഫോമൽ ഓർഗനൈസേഷനിൽ ആർക്കാണ് അതോറിറ്റി, ആർക്കാണ് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഒരു സുപ്പീരിയർ ഏത് സബോർഡിനേറ്റിനെയാണ് ഭരിക്കേണ്ടത്, അതോറിറ്റി നൽകേണ്ടത്, അതുപോലെ ഒരു സബോർഡിനേറ്റ് ഏത് സുപ്പീരിയറുടെ അടുത്താണ് അയാളുടെ റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ടത്, ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്, ആരുടെ കമാൻഡ്സ് ആണ് ഒരു സബോർഡിനേറ്റ് കേൾക്കേണ്ടത്, ഇങ്ങനെയുള്ള അതോറിറ്റി ആർക്കൊക്കെ ാണെന്ന് റെസ്പോൺസിബിലിറ്റി ആർക്കൊക്കെയാണെന്നൊക്കെ വെൽ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുക, എല്ലാം കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കും. അതുപോലെ ദ റിലേഷൻഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമൽ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പല രീതിയിലുള്ള റൂൾസും റെഗുലേഷൻസും പ്രൊസീജിയേഴ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള പല റൂൾസ് ഉണ്ടാവും, പല റെഗുലേഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെയൊക്കെ ബേസിലായിരിക്കും ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുക. ഓക്കെ, എന്നുവെച്ചാൽ അത്രയും ഫോമൽ ആയിരിക്കുമെന്ന് ആലോചിക്കാം. അതുപോലെ ഇറ്റ് ഈസ് ഫെയർലി ലാർജ്. ഓക്കെ, ഒരു ഫോമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് 1, 2, 3, 4 എംപ്ലോയീസ് കൂടുന്നതല്ല. ആ ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് എംപ്ലോയീസിനെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഒരു ഫോമൽ ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്ത്, അത് ഫെയർലി ലാർജ്, അതൊരു വലിയ ഓർഗനൈസേഷനാണ്. ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫോമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഓർഗനൈസേഷനാണ്. അതിൽ എല്ലാ എംപ്ലോയീസിനെയും കോർഡിനേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഫോമൽ ഓർഗനൈസേഷൻ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്ട്രക്ചർ. ഓക്കെ, ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണ് ഫോമൽ ഓർഗനൈസേഷൻ. എപ്പോഴും ഓർക്കുക, ഇത് വളരെ ഫോമൽ ആയിരിക്കും. ഇതിൻ്റെ കമ്മ്യൂണിക്കേഷനൊക്കെ പോകുന്നത് ഒരു ചെയിൻ ഓഫ് കമാൻഡിലൂടെ മാത്രമായിരിക്കും. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ രീതിയിലും ഇത് വളരെയധികം ഫോമലൈസ്ഡ് ആയിരിക്കുമെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഫോമൽ ഓർഗനൈസേഷൻ. അടുത്ത നമ്മൾ പഠിക്കുന്നതാണ് ഇൻഫോമൽ ഓർഗനൈസേഷൻ. ഓക്കെ, ഫോമൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇൻഫോമൽ പഠിക്കാൻ വെരി ഈസി ആയിരിക്കും. കാരണം ഫോർമൽ എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇൻഫോമൽ. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നോക്കാം. ആൻഡ് ഇൻഫോമൽ ഓർഗനൈസേഷൻ അറൈസസ് spontaneously on the basis of friendship and common interest which may or may not be work related. ഓക്കെ, ഒരു ഇൻഫോമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോണ്ടേനിയസ്ലി ക്രിയേറ്റ് ആവുന്നതാണ്. ഓക്കെ, സ്പോണ്ടേനിയസ്ലി ക്രിയേറ്റഡ് ആവുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വേണം വെച്ചിട്ട് അല്ലെങ്കിൽ കരുതി കൂട്ടിയിട്ട് ഉണ്ടാക്കുന്നതല്ല, തനിയെ ഉണ്ടായി പോകുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ എക്സാമ്പിളാണ് ഫ്രണ്ട്ഷിപ്പ്. അല്ലേ, നമ്മളിപ്പോൾ ഒരു സ്കൂളിലൊക്കെ ഫസ്റ്റ് ടൈം പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കോളേജിലൊക്കെ ഫസ്റ്റ് ടൈം പോകുമ്പം അവിടെയുള്ള ചില കുട്ടികളായിട്ടൊക്കെ നമ്മൾ കമ്പനിയാവും, പരിചയപ്പെടും, പിന്നെ അവരുമായിട്ട് ഭയങ്കര കമ്പനിയാവും, അവർ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സായി മാറും. അല്ലേ, അതേപോലെ തന്നെയാണ് ഈ ഇൻഫോമൽ ഓർഗനൈസേഷനും ഉണ്ടാകുന്നത്. ഒരു എംപ്ലോയി ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെയുള്ള ചിലരുമായിട്ടൊക്കെ എല്ലാവരുമായിട്ടും നല്ലൊരു റിലേഷൻ ഉണ്ടെങ്കിൽ പോലും ചിലരുമായിട്ടൊക്കെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യും. അല്ലേ, അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെയുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും. അത് സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാകുന്നതാണ്. അതായത് നമ്മൾ കരുതി കൂട്ടി ഉണ്ടാക്കുന്നതല്ല, അറിയാതെ ഉണ്ടായി പോകുന്നതാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഈ സ്പോണ്ടേനിയസ്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കരുതി കൂട്ടി അല്ലാതെ സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാകുന്ന ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണ് ഇൻഫോമൽ ഓർഗനൈസേഷൻ. ഓക്കെ, അത് ചിലപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിരിക്കും, ചിലപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിരിക്കില്ല. ഓക്കെ, ആ ഒരു ഇൻഫോമൽ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, ഒരിക്കലും ഒരു ഓർഗനൈസേഷനായിട്ട് ഒരു ബന്ധമുള്ളതായിരിക്കില്ല, വെറും പുറത്ത് നിൽക്കുന്ന ഒരു ഇൻഫോമൽ റിലേഷൻഷിപ്പ് എംപ്ലോയീസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നത്, അതാണ് ഇൻഫോമൽ ഓർഗനൈസേഷൻ. അപ്പം ഇത് ചിലപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിരിക്കും, ചിലപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിരിക്കില്ല. ചിലപ്പോൾ ജോലിയായി ബന്ധപ്പെട്ടിട്ട് തന്നെ ആയിരിക്കും ഒരു ഫ്രണ്ട്സ് ആയിരിക്കുക, ചിലപ്പോൾ ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കില്ല. അപ്പോൾ ഇത്തരത്തിൽ ഫ്രണ്ട്ഷിപ്പ്, ലവ്, അഫെക്ഷൻ പോലുള്ള ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുണ്ടാകുന്ന ചില റിലേഷൻഷിപ്പുകളെയാണ് നമ്മൾ ഇൻഫോമൽ ഓർഗനൈസേഷൻ എന്ന്
വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യുക എന്നല്ല, മറിച്ച് എന്താണ്, നല്ലൊരു സോഷ്യൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും നല്ല സോഷ്യൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ അത്തരത്തിൽ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നൊന്നല്ല ഈ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ എയിം എന്ന് പറയുന്നത്. ഇതിൻ്റെ എയിം എന്താണ്? നമ്മുടെ ചില സോഷ്യൽ നീഡ്സ് ഉണ്ട്, അത് സാറ്റിസ്ഫൈ ചെയ്യാം. ഓക്കെ, അതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സാണ്. നമ്മൾ മറ്റേടത്ത് പഠിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഓക്കെ, ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചല്ലോ, അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. വളരെ ഈസിയാണ് പഠിക്കാൻ. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഫോംഡ് സ്പോണ്ടേനിയസ്ലി. ഓക്കെ, മറ്റേടത്ത് നമ്മൾ പറഞ്ഞു അതെന്താണ്, ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ആവുന്നതാണ് പറഞ്ഞു, എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണം വെച്ച് ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു. പക്ഷേ ഇതെന്താണ്, സ്പോണ്ടേനിയസ് ആയിട്ട് ക്രിയേറ്റ് ആവുന്നതാണ്. നമ്മൾ കരുതി കൂട്ടി ഉണ്ടാക്കുന്നതല്ല, സ്പോണ്ടേനിയസ് ആയിട്ട് തനിയെ ഉണ്ടായി വരുന്നതാണ് ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അതുപോലെ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ടു സാറ്റിസ്ഫൈ സോഷ്യൽ നീഡ്സ്. ഓക്കെ, അപ്പോൾ മറ്റേതിൻ്റെ എയിം എന്താണ്, ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ എയിം എന്തിനാണ്, സോഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു ഡെലിബറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതല്ല, സ്പോണ്ടേനിയസ് ആയിട്ട് ക്രിയേറ്റ് ആയി വരുന്നതാണ്. അതുപോലെ ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് സോഷ്യൽ നീഡ്സ്, സാമൂഹികപരമായിട്ടുള്ള നമ്മുടെ ചില ആവശ്യകതകളുണ്ട് അല്ലേ, ഫ്രണ്ട്ഷിപ്പ്, ലവ്, എഫെക്ഷൻ പോലെയുള്ള ചില റിലേഷൻസ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അത് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്. അതുപോലെ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ക്ലിയർ കട്ട് സ്ട്രക്ചർ ഓഫ് റിലേഷൻഷിപ്പ്. മറ്റേടത്ത് നമ്മൾ പറഞ്ഞൂലേ ഒരു സ്ട്രക്ചറൊക്കെ വെൽ ഡിഫൈൻഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ക്ലിയർ കട്ട് സ്ട്രക്ചർ ഓഫ് റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെ അങ്ങനെ നമ്മളൊരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നത് സ്ട്രക്ചറൊന്നും നോക്കിയിട്ടല്ലോ, സ്ട്രക്ചറൊക്കെ വെൽ ഡിഫൈൻ ചെയ്തിട്ടാണോ, ഘടനയൊക്കെ നോക്കിയിട്ടാണോ നമ്മളൊരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുക. ഫ്രണ്ടിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ തിരഞ്ഞെടുക്കുന്നതല്ല, നമ്മൾ പലരുമായിട്ടും അറിയാതെ ഫ്രണ്ട്സ് ആയി പോകുന്നതാണ് അല്ലേ. അപ്പോൾ എന്ത് പറയാം, ഇവിടെ ഒരു വെൽ ഡിഫൈൻഡ് സ്ട്രക്ചറൊന്നുമില്ല. ഓക്കെ, ഇവിടെ സ്ട്രക്ചറൊന്നും ഡിഫൈൻ ചെയ്യുകയോ ചെയ്യുന്നില്ല. അതുപോലെ ദർ ഈസ് നോട്ട് ഡെഫിനിറ്റ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ മറ്റേടത്ത് പറഞ്ഞൂലേ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത് ഏതിലൂടെ മാത്രമാണ്, സ്കാലർ ചെയിനിലൂടെ അല്ലെങ്കിൽ ചെയിൻ ഓഫ് കമാൻഡിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മളൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കിയിട്ടൊക്കെയാണ് പോവുക. എ ബിയോട് പറയുന്നു, ബി സിയോട് പറയുന്നു, സി ഡിയോട് പറയുന്നു. അങ്ങനെയല്ലല്ലോ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് കാര്യം പറയാം. നമുക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് പോയി പറയും. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല, ആരോട് വേണമെങ്കിലും പോയിട്ട് എന്തും പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. അതുപോലെ ഇറ്റ് ഈസ് നോട്ട് പെർമനൻറ്റ്, അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. മറ്റേത് ഫോർമൽ ഓർഗനൈസേഷൻ പെർമനൻ്റ് ആണെന്ന് പറഞ്ഞു, പക്ഷേ ഇത് പെർമനൻ്റ് അല്ല അല്ലേ. നമുക്കറിയാം, നമുക്ക് എല്ലാ കാലത്തും ചിലപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ പല കാരണം കൊണ്ടും ആ ഫ്രണ്ട്ഷിപ്പ് ചിലപ്പോൾ കട്ടായി പോവാം. അതും അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ട്രാൻസ്ഫർ കിട്ടിയാൽ മതി, അതോടെ ആ ഒരു റിലേഷൻഷിപ്പ് കട്ടാവും. പക്ഷെ മറ്റേത് അങ്ങനെയല്ല. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ കഴിയുന്നതല്ല, കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നതല്ല. പക്ഷേ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ പെർമനൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതൊക്കെ ഒരു ടെമ്പററി മാത്രമാണ്, അതിനൊരു ലോങ് ലൈഫൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് മറ്റൊരു പ്രത്യേകത, ഇറ്റ് ഈസ് നോട്ട് പെർമനൻറ്റ്. അതുപോലെ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഈസ് നോട്ട് ഡിഫൈൻഡ്. മറ്റേടത്ത് നമ്മൾ പറഞ്ഞു അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഒക്കെ ഡിഫൈൻ ചെയ്യുന്നു അല്ലേ, ആരോടാണ് അധികാരം എന്നും റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടെ അങ്ങനെയുണ്ടോ? ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും പോലും ഉണ്ടാവില്ല അല്ലേ. ഒരാൾക്ക് ഒരാളുടെ മേൽ അധികാരം, ഒരാൾക്ക് മറ്റൊരാളുടെ മേൽ ഉത്തരവാദിത്വം ഒന്നും ഉണ്ടാവില്ല. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കമ്പനിയാണ്, നമുക്കറിയാമല്ലോ, നമുക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അറിയാത്തവരല്ലല്ലോ. ഓക്കെ, അപ്പോൾ മറ്റേടത്ത് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഒക്കെ വെൽ ഡിഫൈൻ ചെയ്തിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഇല്ല. അതുപോലെ ദർ ആർ നോ സ്പെസിഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓക്കെ, നമ്മൾ ഫോർമൽ ഓർഗനൈസേഷൻ പറഞ്ഞു അവിടെ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത് പല റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത് റൂൾസോ റെഗുലേഷൻസിനെ ബേസ് ചെയ്തിട്ടല്ല. ഓക്കെ, നമ്മൾ ഇത്രയേരം പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. ഒരു ഫ്രണ്ട്സ് ഉണ്ടാവുന്നത്, രണ്ട് പേര് തമ്മിൽ ഫ്രണ്ട് ആവുന്നത് ഒരിക്കലും റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ? ഓക്കെ, ഒരു ഓർഗനൈസേഷനിൽ പല റൂൾസും റെഗുലേഷൻസും ഉണ്ടാവും. നമ്മൾ ഒരാളെ ഫ്രണ്ട് ആക്കുന്നത് ആ റൂൾസോ റെഗുലേഷൻസോ നോക്കിയിട്ടാണോ? അല്ല, നമ്മുടെ ഒരു സ്വഭാവത്തിനോടൊക്കെ അനുസരിച്ച് നിൽക്കുന്ന ഒരാളായിട്ട് നമ്മൾ പെട്ടെന്ന് കമ്പനിയാവും, അവർ നമ്മുടെ ഫ്രണ്ടായി മാറും. അങ്ങനെയാണ്, അല്ലാതെ റൂൾസിനെയോ റെഗുലേഷൻസിനെയോ ബേസ് ചെയ്തിട്ടൊന്നല്ല ഇവിടെ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത്. അതുപോലെ ഇറ്റ് ഈസ് ജനറലി സ്മാൾ. മറ്റേ നമ്മൾ പറഞ്ഞു ഫെയർലി ലാർജ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഒരു ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അത് ലാർജാണ്, എല്ലാ എംപ്ലോയീസിനും ഉൾപ്പെടുന്നതാണ്. പക്ഷേ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സ്മോൾ ആണ്, അല്ലാതെ ഒരുപാട് ലാർജ് ഒന്നുമില്ല. കാരണം നമുക്കറിയാലോ, ക്ലാസ്സിൽ 45 കുട്ടികളുണ്ടെങ്കിൽ
ആ 45 കുട്ടികളും ഒരു ഫോമൽ ഓർഗനൈസേഷൻ ആണെന്ന് പറയാം. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ഇൻഫോമൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പം കുഞ്ഞ് ചെറിയ ചെറിയ ഗ്യാങ്ങുകളായി മാറുമല്ലേ. എല്ലാവർക്കും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും. ചിലപ്പോൾ 5 പേരായിട്ട് ഗ്യാങ് ആയിരിക്കും, ചിലപ്പോൾ 10 പേരായിട്ട് ഗ്യാങ് ആയിരിക്കും. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞ് ഗ്യാങ്ങുകളായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഒരു ഇൻഫോമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പൊതുവെ സ്മാൾ ആണ്, അല്ലാതെ ഒരു ഫോമൽ ഓർഗനൈസേഷൻ പോലെ ലാർജ് അല്ല എന്ന് ഓർക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോമൽ ഓർഗനൈസേഷനും ഇൻഫോമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമ്മൾ ഇത്ര നേരം പഠിച്ച കാര്യം തന്നെയാണല്ലോ, അതുകൊണ്ട് നമുക്ക് വലിയൊരു ഡിഫിക്കൽട്ടൊന്നും അല്ല അതിൻ്റെ ഡിഫറൻസ് പറയാൻ. നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു വയ്ക്കാം. ഓക്കെ, ഫോമൽ ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ടു അച്ചീവ് പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്സ്. ഇൻഫോമൽ ഇറ്റ് ഹാസ് നോ പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്സ്. അതായത് അതിൻ്റെ എയിം എന്താണെന്നാണ് പറയുന്നത്. ഫോമൽ ഓർഗനൈസേഷൻ എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്സ്, അതായത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇൻഫോമൽ ഓർഗനൈസേഷൻ പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ, മറിച്ച് സോഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ദ സ്ട്രക്ചർ ഈസ് വെൽ ഡിഫൈൻഡ്, ദ സ്ട്രക്ചർ ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. അതും നമ്മൾ പറഞ്ഞതാണ്. ഫോമൽ ഓർഗനൈസേഷനിൽ സ്ട്രക്ചറൊക്കെ വെൽ ഡിഫൈൻഡ് ആയിരിക്കും, പക്ഷേ ഇൻഫോമൽ ഓർഗനൈസേഷനിൽ സ്ട്രക്ചറൊന്നും വെൽ ഡിഫൈൻഡ് ആയിരിക്കില്ല. അതുപോലെ authority and responsibility of each individual is defined and clearly stated. Authority and responsibility is not defined. നമ്മൾ പറഞ്ഞ കാര്യമാണല്ലേ, ഫോമൽ ഓർഗനൈസേഷനിൽ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റി ഒക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കും. എന്നാൽ ഇൻഫോമൽ ഓർഗനൈസേഷനിൽ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഒന്നും ഡിഫൈൻ ചെയ്യില്ല. അതുപോലെ ഫോമൽ ഇറ്റ് ഹാസ് എ ലോങ് ലൈഫ്, ഇറ്റ് ഡസ് നോട്ട് ലാസ്റ്റ് ലോങ്. ഓക്കെ, ഫോമൽ ഓർഗനൈസേഷൻ ഒരു ലോങ് ലൈഫ് ഉണ്ടെന്ന് പറഞ്ഞു, പെർമനൻ്റ് ആണെന്ന് പറഞ്ഞു. എന്നാൽ ഇൻഫോമൽ ഓർഗനൈസേഷൻ ഒരു ലോങ് ലൈഫൊന്നുമില്ല, എപ്പോഴും നിലനിൽക്കണമെന്നില്ല. അതുപോലെ ഫോമൽ ക്രിയേറ്റഡ് ബൈ ടോപ്പ് മാനേജ്മെൻറ്റ്, ക്രിയേറ്റഡ് സ്പോണ്ടേനിയസ്ലി ബൈ പേഴ്സണൽ റിലേഷൻഷിപ്പ്. ഫോമൽ ഓർഗനൈസേഷൻ ടോപ്പ് മാനേജ്മെൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇൻഫോമൽ ഓർഗനൈസേഷൻ ആരും ക്രിയേറ്റ് ചെയ്യുന്നതല്ല അല്ലേ, സ്പോണ്ടേനിയസ്ലി ക്രിയേറ്റ് ആവുന്നതാണ് അല്ലേ. പല പേഴ്സണൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അറിയാതെ സ്പോണ്ടേനിയസ് ആയിട്ട് ക്രിയേറ്റ് ആവുന്നതാണ് ഇൻഫോമൽ ഓർഗനൈസേഷൻ. എന്നാൽ ഫോമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ടോപ്പ് മാനേജ്മെൻറ്റ് ഡെലിബറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ it is governed by specific rules and regulations. There are not specific rules and regulations. ഫോമൽ ഓർഗനൈസേഷനിൽ പല റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടാവും. എന്നാൽ ഇൻഫോമൽ ഓർഗനൈസേഷനിൽ അത്തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഈസ് ക്ലിയർലി സ്പെസിഫൈഡ്, അൺഒഫീഷ്യൽ ചാനൽസ് ആർ യൂസ്ഡ്. കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത് ഫോമൽ ഓർഗനൈസേഷനിൽ ഏതിലൂടെയാണ്? ഒരു ചാനലിലൂടെയാണ് അല്ലേ, ഒരു ചെയിൻ ഓഫ് കമാൻഡിലൂടെയാണ്. എന്നാൽ ഇൻഫോമൽ ഓർഗനൈസേഷനിൽ അങ്ങനെ ചാനലൊന്നും നോക്കിയിട്ടല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ ഫോമൽ ഇറ്റ് ഈസ് ഫെയർലി ലാർജ്, ഇൻഫോമൽ ഇറ്റ് ഈസ് ജനറലി സ്മാൾ. ഫോമൽ ഓർഗനൈസേഷൻ പൊതുവേ ലാർജ് ആണെന്ന് പറഞ്ഞു, ഇൻഫോമൽ ഓർഗനൈസേഷൻ പൊതുവേ സ്മോൾ ആണെന്നും പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്